അല്ലാഹുവും റസൂലും ദുന്യവിയായോ ഉഖറവിയായോ ഏതെങ്കിലും കാര്യം നമ്മളോട് ഏറ്റിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ലംഘിക്കപ്പെടുകയില്ല. അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് അത് ലഭിക്കാതെ പോകുന്നത്? ആ വിഷയത്തിൽ ആ കൂട്ടരിൽ നാം പെടുത്തുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയാത്തത് എന്തിൻ്റെ പേരിലാണെന്ന് ചിന്തിക്കുമ്പോൾ നാം ആ ചെയ്യുന്ന കാര്യം നിർദ്ദിഷ്ട രൂപത്തിലാണോ അല്ലേ എന്ന് നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. നിസ്കരിച്ചാൽ അതിൽ ലഭിക്കുന്ന ഫലം, നോമ്പനുഷ്ഠിച്ചാൽ അതിൽ ലഭിക്കുന്ന ഫലം, നോമ്പുകാരൻ അവർക്ക് പ്രതിഫലം അല്ലാഹു നൽകുന്നു. അവർക്ക് പ്രത്യേകമായി സജ്ജമാക്കിയിരിക്കുന്ന പരിശുദ്ധ ആ സ്വർഗത്തിലെ ആ കവാടം, അതിൻ്റെ പേര് റയ്യാനാണ് എന്നും ഹദീസിൽ പറയുമ്പോൾ റമദാൻ മാസത്തിൽ മുഴുവനും നോമ്പനുഷ്ഠിച്ച ആളുകൾക്ക് ആ എല്ലാവരും ആ റയ്യാൻ എന്ന വാതിലൂടെ കടന്നു പോകാൻ കഴിയുന്നവരാണെന്ന് ഉറപ്പിക്കാൻ വയ്യ. കാരണം എന്താ? നിർദ്ദിഷ്ട രൂപത്തിൽ ആ നോമ്പ് ഉണ്ടായിട്ടുണ്ടോ? കാരണം മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുകയാണ്, എത്രയെത്ര നോമ്പുകാരാണ് ഉണ്ടാവുക, അവർ വിശപ്പും ദാഹവും സഹിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു പ്രതിഫലം ലഭിക്കാത്ത എത്രയെത്ര നോമ്പുകാരാണ്. അപ്പോൾ രണ്ട് വിഭാഗത്തെ സംബന്ധിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വിഭാഗം പ്രതിഫലം ലഭിക്കുന്നവരും, മറ്റൊരു വിഭാഗം അനുഷ്ഠാന കർമ്മങ്ങൾക്ക് യാതൊരു പ്രതിഫലം ലഭിക്കാതെ നികൃഷ്ടരായി മടങ്ങുന്ന ഒരു വിഭാഗം ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ അമലുകൾ ചെയ്ത ആളുകളായ നാം ഏത് ഗണത്തിൽപ്പെടുമെന്ന് മുൻകൂട്ടി നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് നാം അതിൽ പെട്ടു എന്ന് ഉറപ്പിക്കാൻ കഴിയാത്തത്. അപ്പോ പരിശുദ്ധനായ അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിർദ്ദിഷ്ട രൂപത്തിലാവാം. നിർദ്ദിഷ്ട രൂപത്തിലാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട ഘടകം മാനസികമായ അടുപ്പമാണ്, അല്ലാഹുവിനോടുള്ള അടുപ്പമാണ്. ഏത് അമൽ ചെയ്യുന്നതും പരിശുദ്ധനായ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, അവന്റെ തൃപ്തിക്ക് വേണ്ടി, അവനിൽ നിന്ന് പ്രതിഫലം ലഭിക്കുവാൻ അതിനുവേണ്ടിയുള്ള മനസ്സോടുകൂടി ചെയ്യുമ്പോഴേ അത് അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകാര യോഗ്യമാവുകയുള്ളൂ. അതല്ലെങ്കിൽ ആ അമല് സ്വീകരിക്കപ്പെടുന്ന കാര്യം പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമുക്ക് മുൻകൂട്ടി ഒരു വിധിയും പറയാൻ പറ്റാത്തത്. എത്രയോ ആളുകളാണ് ഇബാദത്ത് അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകൾ അവസാനം കാഫിറായി ചത്തുപോകേണ്ടി വന്നത്. സൂഖുൽ ഖാത്തിമ, ദുർമരണം. ദുർമരണം എന്ന് പറഞ്ഞാൽ ഈമാൻ ലഭിക്കാതെ ചത്തുപോകുന്ന ഒരു ഘട്ടം. എത്ര ആളുകൾക്ക് സംഭവിച്ചു. ഇതൊന്നും സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മുഅ്മിനിന്റെ മനസ്സ് സദാസമയത്തും അല്ലാഹുവിൽ ബന്ധിച്ചിരിക്കണം. സ്വർഗം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലാഹു തആല സ്വർഗത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന മഹത്തായ അനുഗ്രഹങ്ങൾ നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ, അത് ലഭിക്കാൻ വാസ്തവത്തിൽ നാം വേണ്ടതെന്താ? അല്ലാഹു നിർദ്ദേശിച്ച രൂപത്തിലുള്ള മാനസികാവസ്ഥക്ക് പ്രാധാന്യം കൊടുക്കലാണ്. പ്രത്യക്ഷ ആരാധനകളെക്കാൾ ഉപരി മാനസികാവസ്ഥകൾക്ക് പ്രാധാന്യം നൽകലാണ്. പരിശുദ്ധനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിർദ്ദേശിച്ച ഇബാദത്തുകളെ ആ മാനസികാവസ്ഥയിൽ പരിശുദ്ധനായ അല്ലാഹുവിന്റെ നിശ്ചയിച്ചതനുസരിച്ച് കൊണ്ടുള്ള ഖൽബിയായ പ്രചോദനം. ഹൃദയത്തിൽ അല്ലാഹുവിന് എപ്പോഴും ഹുദൂർ ഉണ്ടാവണം.
നമ്മുടെ കൽവിൽ എപ്പോഴും വേണ്ടത് ആരെക്കുറിച്ചാണ്? അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയാണ്, അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയാണ് വേണ്ടത്. നിസ്കരിക്കുമ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ദിക്ർ ചെല്ലുമ്പോഴാണെങ്കിലും മറ്റേതെല്ലാം അമലുകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ ആ വക ഘട്ടത്തിലെല്ലാം തന്നെ അള്ളാഹ് എന്ന ചിന്തയിൽ മനസ്സിനെ ബന്ധിപ്പിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. അതുണ്ടാക്കിയെടുക്കാൻ പ്രധാനപ്പെട്ട മാർഗം ഇതുപോലുള്ള മജ്‌ലിസുകളാണ്. ഇതുപോലുള്ള മജ്‌ലിസുകളിൽ നാം പങ്കെടുക്കുമ്പോൾ ആ മജ്‌ലിസുകളിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ആ മഹത്തായ നേട്ടം, ആ മഹത്തായ ആ ബർക്കത്ത് കിട്ടും. അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളുടെ അടുക്കൽ നിന്ന് ബർക്കത്ത് കിട്ടും. പല ആളുകളും ഹജ്ജിന് പോയി വരുമ്പോ ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ പിന്നെ അവർ നല്ല നിലക്ക് ജീവിക്കുന്നത് കാണില്ല. എന്താ കാരണം? അവിടെ ചെല്ലുമ്പോ നിരവധി ബർക്കത്താക്കപ്പെട്ട സ്ഥലങ്ങളിൽ അദ്ദേഹം എത്തുന്നുണ്ട്. ആ മനുഷ്യൻ ഇഖ്ലാസുള്ള മനസ്സോടുകൂടിയാണോ അവിടെ എത്തുന്നതെങ്കിൽ ഇബ്രാഹിം മഖാം, അവിടെ ഹജർ അസ്വദ്, പരിശുദ്ധ കഅബാലയം, സഫ മർവ, അറഫ പോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അവിടെയൊക്കെ ചെല്ലുമ്പോൾ ആ മനസ്സ് അത് സ്വീകരിക്കാൻ, ആ പ്രകാശത്തെ സ്വീകരിക്കാനുള്ള അവസ്ഥയിലാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുക, അവിടെ കിട്ടിയപ്പോഴാണ് ഇതായിരുന്നു. അതുപോലെ തന്നെയാണ് ദിക്റിന്റെ മജ്‌ലിസുകളും ഇൽമിന്റെ മജ്‌ലിസുകളും. ദിക്റിന്റെ മജ്‌ലിസുകളും ഇൽമിന്റെ മജ്‌ലിസുകളും, ഈ മജ്‌ലിസിന്റെ പ്രത്യേകതയുള്ളത് ഒന്ന് ദിക്റിന്റെ മജ്‌ലിസാണ്, മറ്റൊന്ന് ഇൽമിന്റെ മജ്‌ലിസാണ്. ഈ രണ്ട് മജ്‌ലിസുകളുടെയും ബർക്കത്ത് നമ്മുടെ ഖൽബിലേക്ക് അത് ശരിക്കും കയറി പിടിക്കുക തന്നെ ചെയ്യും. അത് ക്യാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സ് അത് സ്വീകരിക്കാൻ